നിങ്ങൾക്കറിയാവുന്നതുപോലെ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഖുർആൻ ക്ലാസ് എന്നതിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് മാഷ് പറഞ്ഞ ഒരു ഖുർആൻ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ആ ഖുർആൻ വചനം അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവത്തെ പറഞ്ഞുകൊണ്ട് ബദർ യുദ്ധാനന്തരം സ്വരൂപിക്കപ്പെട്ട യുദ്ധമുതലുകൾ ഗനീമത്ത് എന്ന അറബി പറയും. ആ കൂട്ടത്തിൽ നിന്ന് അതിനു അകത്തുണ്ടായിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാതായി എന്നും അതൊരു പക്ഷേ മുഹമ്മദ് നബി എടുത്തതായിരിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ചിലർ പറഞ്ഞു എന്നുമാണ് അതിൻ്റെ പശ്ചാത്തലം. അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് ദൈവം വചനമിറക്കുകയാണ്, പ്രവാചകന്മാർ മോഷ്ടിക്കുകയില്ല, കുറുനരി മോഷ്ടിക്കരുത് എന്ന് ഡോറയിൽ പറയുന്നത് പോലെ പ്രവാചകന്മാർ മോഷ്ടിക്കുകയില്ല എന്ന് ദൈവം വചനമിറക്കിയിട്ട് മുഹമ്മദ് നബി എടുത്തിരിക്കാം എന്ന സംശയത്തിന് മറുപടി പറയാൻ വേണ്ടി ദൈവം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള ദിവ്യബോധനം നൽകുന്ന ഗ്രന്ഥത്തിൽ ഒരു വചനവും അതിനനുബന്ധ വചനങ്ങളും വിശദീകരണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നു. പിൽക്കാലത്ത് ഈ ആക്ഷേപം ഉന്നയിച്ച വ്യക്തികളെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് മുനാഫിക്കുകൾ എന്നാണ്. ഇങ്ങനെ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു എന്ന് ഹദീസിലൊക്കെ ഉള്ളതിനെ പിൽക്കാല വ്യാഖ്യാതാക്കൾ മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് തന്നെ ഒരു പുതപ്പ് കാണാണ്ടാവുമ്പോൾ അത് നബി എടുത്തതായിരിക്കും എന്ന് സംശയിക്കുന്ന അനുയായികളായിരുന്നോ മുഹമ്മദ് നബിക്ക് കൂടെ ഉണ്ടായിരുന്നത് എന്ന സംശയത്തെ, എന്ന ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി അവർ പ്രയോഗിച്ച ഒരു പ്രയോഗം മുനാഫിക്കാണ്. അപ്പോൾ അത് മുഹമ്മദ് നബി ജബ്ബാർ മാഷ് കളവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു ന്യൂജൻ ദാഴി രംഗത്ത് വരികയും അതിൽ കുറേ കസർത്ത് കാണിക്കുകയും അപ്പോൾ ഞാനതിൽ വിശദമായിട്ട് തന്നെ ഒരു മറുപടി വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ പുതപ്പ് കെട്ട പ്രവാചകൻ എന്ന് തന്നെ ടൈറ്റിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുനാഫിക്കിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി, നമ്മൾ ഓരോ സമയത്ത് വായിക്കുമ്പോഴും വേറെ രീതിയിലൊക്കെ വേറെ തലങ്ങളിലേക്ക് ചിന്തിച്ചു പോലോ. അങ്ങനെയാണ് ഇസ്ലാമിൽ ഖുർആനിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന മുനാഫിക്ക് എന്ന് പറയുന്ന പദപ്രയോഗത്തെക്കുറിച്ചുള്ള എൻ്റെ ആലോചന പോകുന്നത്. അപ്പോൾ മുനാഫിക്ക് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വിശ്വാസിയായി നിൽക്കുകയും എന്നാൽ ഉള്ളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആൾ, കപടവിശ്വാസി എന്നതാണ്, കപടൻ എന്നതാണ് മുനാഫിക്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അർത്ഥം. ഖുർആനിൽ പലയിടത്തും മുനാഫിക്കുകളെക്കുറിച്ച്, കപടവിശ്വാസികളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പ്രവാചകനെയും പടച്ചവനെയും നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വലിയ ശിക്ഷയുണ്ട്, അവർ വലിയ പ്രശ്നത്തിലാവും എന്നൊക്കെ. അതായത് മുനാഫിക്കുകളെ പേടിച്ചുകൊണ്ടാണ്, കപടന്മാരെ പേടിച്ചുകൊണ്ടാണ്. നമ്മൾ ഒരു കൊള്ള സംഘത്തിനകത്ത് ഒറ്റുകാരുണ്ട് എന്ന് ആ സംഘത്തലവന് തോന്നുന്ന ഒരു ഭയം, നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ഒറ്റുകാരുണ്ട് എന്ന് സദാ ഒരു നേതാവിന്, ഒരു സംഘത്തിലുള്ള നേതാക്കൾ അണികളെക്കുറിച്ച് ഒരു നേതാവിന് തോന്നുന്ന ഒരവസ്ഥ ഖുർആൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലത്ത് കാണാൻ പറ്റും. അവരെ പേടിപ്പിക്കാനും അവരെ എന്താ പറയുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ വേണ്ടി നിരവധി വചനങ്ങളുണ്ട്. പിൽക്കാലത്ത് ഇങ്ങനെയുള്ള പ്രയോഗം നടത്തുന്നതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മുനാഫിക്ക് ആരാണ് എന്ന് പടച്ചവന് മാത്രമേ അറിയാവുള്ളൂ എന്നാണ്. ഒരാൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച്, ഞാൻ ഇസ്ലാമിൻ്റെ വിശ്വാസം പറയാണ്, ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരാൾ മുനാഫിക്കാണോ അല്ലേ എന്ന് പറയാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഒരു യുദ്ധ സന്ദർഭത്തിൽ കൊല ചെയ്യപ്പെടും എന്ന ഘട്ടത്തിൽ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ട്, ഞാൻ മുസ്ലിം ആവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശത്രുപക്ഷത്തുള്ള ഒരാൾ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും എന്നാൽ അത് വകവെക്കാതെ ഇസ്ലാമിൻ്റെ പോരാളി ഉമറാണെന്നാണ് എൻ്റെ ഓർമ്മ, അയാളെ കൊലപ്പെടുത്തുകയും ഈ പ്രശ്നം മുഹമ്മദ് നബിയുടെ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നത് എന്ന് മുഹമ്മദ് ചോദിക്കുമ്പോൾ ഈ കൊലപ്പെടുത്തിയ ആൾ പറയുന്ന മറുപടി, അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കലിമ ചൊല്ലിയതാണ് എന്നാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്ന മറുപടി, അയാളുടെ മനസ്സിനകത്തുള്ളത്, അയാൾ ഹൃദയത്തിനകത്തുള്ളത് ചൂഴ്ന്നു നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അയാൾ ശരിക്കും വിശ്വസിച്ചതാണോ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിശ്വസിച്ചതാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഒരാളുടെ ഹൃദയത്തിനകത്തുള്ളത് നിങ്ങൾക്ക് ചകഞ്ഞു നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിനെ ശാസിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിനർത്ഥം ഒരാൾ വിശ്വാസിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം ശരിക്കും ഉള്ളതാണോ അതോ അയാൾ കപടനാണോ എന്ന് ചികഞ്ഞ് അന്വേഷിക്കേണ്ട ബാധ്യത
മതപരമായി വിശ്വാസികൾക്കില്ല എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം. പക്ഷെ നമ്മൾ കാണുന്നത് പല പ്രയോഗങ്ങളും ഹദീസുകളിൽ ജനങ്ങൾ എന്ന് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, ഏതാനും ചില വ്യക്തികൾ എന്നൊക്കെ പറയുന്ന പല പ്രയോഗങ്ങളെയും പിൽക്കാലത്ത് മുനാഫിക്കുകൾ എന്ന് പ്രത്യേകമായി വിശദീകരിച്ചത് കാണാൻ പറ്റും. അമാനി തഫ്സീറിലൊക്കെ പലയിടത്തും അത്തരം പ്രയോഗങ്ങൾ കാണാം. ഈ പുതപ്പ് കട്ട വിഷയത്തിലും ഈ സംഭവം ഉണ്ട്. മാത്രമല്ല, മുനാഫിക്കുകൾ ആരൊക്കെ ആയിരിക്കും എന്ന് ഭയങ്കരമായ ആശങ്ക ഉണ്ടായിരുന്ന മുഹമ്മദ് നബിക്ക് അള്ളാഹു ഒരു സീക്രട്ട് ലിസ്റ്റ് കൊടുത്തിരുന്നു. മുനാഫിക്കുകളുടെ ഇന്ന ആളുകൾ കപടവിശ്വാസികളാണ് എന്ന് മുഹമ്മദ് നബിക്ക് ദൈവം വഹി നൽകിയിരുന്നു എന്നും അത് ഒരു സഹാബിയുടെ കയ്യിൽ ഒരു രഹസ്യരേഖയായി മുഹമ്മദ് നബി ഏൽപ്പിച്ചിരുന്നു എന്നും ഒരു കഥയുണ്ട്. എന്നിട്ട് ഉമർ, രണ്ടാം ഖലീഫ ഉമർ ഇടയ്ക്കിടയ്ക്ക് ഈ സഹാബിൻ്റെ അടുത്ത് പോയി ചോദിക്കുമായിരുന്നു, എൻ്റെ പേര് അതിലുണ്ടോ, എൻ്റെ പേര് അതിലുണ്ടോ എന്ന് ഉമർ ചോദിക്കുമായിരുന്നു എന്നാണ്. അപ്പം അത്രയും സീക്രട്ടായിട്ട് മാത്രം അറിയാവുന്ന, ഉമറിന് പോലും ധാരണയില്ലാതിരുന്ന ആ ഒരു സംഭവം, ആരൊക്കെ ഞാൻ അതിലുണ്ടോ എന്ന് ഉമർ ചോദിക്കണം. ഞാൻ കപടവിശ്വാസികളുടെ ലിസ്റ്റ് പടച്ചം കൊടുത്തതിലുണ്ടോ എന്ന് രണ്ടാം ഖലീഫ ഉമർ ചോദിച്ചിരുന്നു എന്നാണ് സംഭവം. അപ്പം അത്രയും സീക്രട്ടായിട്ടുള്ള ഒരു രഹസ്യം ആയിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം മുഹമ്മദ് നബിയുടെ മരണത്തോടു കൂടി ഒരാൾക്ക് ഒരാളെ മുനാഫിക്ക് എന്ന് വിളിക്കാൻ യാതൊരു അധികാരമില്ലാത്തൊരു സംഭവത്തെ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ അവരുടെ ഇടയിലുണ്ടായിരുന്ന സംഭവങ്ങൾ, ഇപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് സംശയം ചോദിച്ചവർ, മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്തവർ, തീരുമാനങ്ങളെ ചോദ്യം ചെയ്തവർ, ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചവരെ മുഴുവൻ മുനാഫിക്ക് എന്ന് ബ്രാൻഡ് ചെയ്യുന്ന ഒരു പ്രവണത പിൽക്കാലത്ത് ഹദീസിൻ്റെയും അതേപോലെ തന്നെ ഖുർആൻ്റെയും വിശദീകരണങ്ങളിൽ ഉണ്ട്. ഇതിനെയാണ് ഞാൻ ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്തത്. പിന്നെ ഇക്കാലത്ത് നമുക്ക് മുനാഫിക്കുകൾ എന്ന പേരിൽ കാണപ്പെടുന്ന ആളുകളെ നിങ്ങൾക്ക് എടുത്താൽ അറിയാം. വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും വിശ്വാസിയായി അഭിനയിക്കേണ്ടി വരുന്നവർ ഈ കാലഘട്ടത്തിൽ മുനാഫിക്കുകളായിട്ട് നമ്മളുടെ ഇടയിലുണ്ട്. അതിൻ്റെ കാരണം ജീവഭയമാണ്. അവർ മുനാഫിക്കല്ല, അവർ അവിശ്വാസം തുറന്നു പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അവരുടെ ഗതികേട് കൊണ്ട് അവർ വിശ്വാസികളായി ജീവിച്ചു പോകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് മുനാഫിക്ക് എന്ന പ്രസൻറ്റേഷൻ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചത്. മുനാഫിക്ക് എന്ന് പറയുന്നത് ചരിത്രത്തിൽ മുനാഫിക്കുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ പലരും പേരെടുത്ത് പറഞ്ഞ 3-4 പേരെ മാത്രമാണ് മുഹമ്മദ് നബിയുടെ പ്രവർത്തനം കൊണ്ടോ നിലപാട് കൊണ്ടോ വ്യക്തമായി പറഞ്ഞതുകൊണ്ടോ മുനാഫിക്കാണ് എന്ന് പേരെടുത്ത് പറഞ്ഞ 3-4 ആളുകൾക്ക് അപ്പുറത്തേക്ക് ഒരാളെ മുനാഫിക്കാണെന്ന് വിളിക്കാൻ പണ്ഡിതന്മാർക്ക് അധികാരമില്ല എന്ന ഇസ്ലാമിൻ്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് ഇത്തരം ചരിത്രങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന, ഇപ്പോൾ ആൾക്കാരോട് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ചീത്തപ്പേരാവും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെയൊക്കെ മുനാഫിക്ക് എന്ന് ഇവർ വിളിക്കുന്നത്. അത് ഒരു ദുരവസ്ഥയാണ്, ഇസ്ലാമിൻ്റെ ദുരവസ്ഥയാണ് എന്ന് പറയാനാണ് ശ്രമിച്ചത്.